പണ്ടൊക്കെ ഒരു പെൻഷൻ എന്നുള്ളതുണ്ട്, പക്ഷെ ഇപ്പൊ അതെ അതൊന്നും ഇല്ല. അപ്പൊ ഈ ലോങ് ടേം ഒരു റിട്ടയർമെന്റ് പ്ലാനിങ്ങിന് ഇപ്പം മുതൽക്ക് തന്നെ ഒരു ചെറിയ എമൗണ്ട് നമ്മൾ സേവ് ചെയ്യേണ്ടതുണ്ട്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം പ്രൊഫഷണൽ ജോബ് അല്ലാതെ എല്ലാവർക്കും അത് വേണ്ട ഒന്ന് തന്നെയാണ്. ഇങ്ങനെ ഒരു പേഴ്സണൽ ഫിനാൻസ് ക്ലാസ് ഞാൻ പൈസ കൊടുത്ത് പഠിക്കുന്നതിൽ 100% വെർത്താണ്. നമ്മളെ സമ്പാദിക്കുന്നു, അത് ചുമ്മാ വെച്ചാ പോരാ, നമുക്ക് പണപ്പെരുപ്പം എന്നുള്ളത് ഉണ്ട്. അപ്പൊ ചുമ്മാ വെച്ച് കഴിഞ്ഞാൽ ആ പണത്തിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ട് തന്നെയാ വരുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന എമൗണ്ട് എങ്കിലും നമുക്കുണ്ടെങ്കിലേ അത് നാളെ ഒരു നല്ലൊരു ആവശ്യത്തിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഹായ് രാജപ്രിയ. ഹായ് സർ. ഹായ്. ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? ഓക്കെ, സോ എന്റെ പേര് രാജപ്രിയ. ബേസിക്കലി ഞാൻ ഒരു IT പ്രൊഫഷണൽ ആണ്. തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. വീട് പാലക്കാടാണ്. ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ NSS എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഞാൻ BTech കംപ്ലീറ്റ് ചെയ്തത്. ഒരു ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ഒരു പേഴ്സണൽ ഫൈനാൻസ് കോഴ്സ് ചൂസ് ചെയ്യാനുള്ള കാരണം? പ്രത്യേകിച്ച് എന്താന്ന് വെച്ചാല് നമ്മളൊരു പെൺപിള്ളാരിലേക്ക് നോക്കുകയാണെങ്കിൽ അവര് അധികം പ്രിഫർ ചെയ്യാത്തൊരു കാര്യമാണ് ഒരു കോഴ്സായിട്ട് എടുത്ത് പേഴ്സണൽ ഫൈനാൻസ് പഠിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് രാജപ്രിയക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായത്? സർ, എനിക്ക് ഒരു പേഴ്സണൽ ഫിനാൻസ് എന്റെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോഴ്സ് ജോയിൻ ചെയ്തത്. കാരണം ഈ സേവിങ്സ്, പിന്നെ സാലറി, ഇൻവെസ്റ്റ്മെന്റ്സ്, ഇതൊക്കെ ബഡ്ജറ്റിംഗ്, ഇതൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് അധികം ആൾക്കാർക്ക് അറിയില്ല. അതിന് ഒരു നല്ല തീരുമാനങ്ങൾ എടുക്കണം എന്നുണ്ടായിരുന്നു. സോ എന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബിൽഡ് ചെയ്യാന്ന്. അതിപ്പോ എല്ലാവർക്കും, എല്ലാ ആൾക്കാർക്കും അത് ആവശ്യമാണ്. അത് പുരുഷ സ്ത്രീ അങ്ങനെയല്ല, എല്ലാവർക്കും അത് വേണം. അത് പ്രത്യേകം ചോദിച്ചത് എന്താന്ന് വെച്ചാൽ, കാരണം ഈ പേഴ്സണൽ ഫൈനാൻസ് ഇപ്പൊ ഞാൻ കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് ഞാൻ ഈ ഒരു മേഖലയിലുണ്ട്. അപ്പൊ അധികം സ്ത്രീകള്, ആ സ്ത്രീ പുരുഷ ഒരു ഇത് വ്യത്യാസം പറഞ്ഞതല്ല, പക്ഷെ കൂടുതലായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം, അധികമായിട്ടും സ്ത്രീകള് അല്ലെങ്കിൽ പെൺപിള്ളേര് ഇതിലേക്ക് വരുന്നതായിട്ട് കണ്ടിട്ടില്ല. വരുന്നില്ല എന്നല്ല, പക്ഷെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ, അത് കാരണം ഈ ഒരു പേഴ്സണൽ ഫിനാൻസിലൂടെ നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ് വളരെ വലുതാണ്. അത് ആരുടെ മുന്നിലും ഒരു പൈസക്കായിട്ട് കൈനീട്ടേണ്ട ആവശ്യമില്ല. സോ അതിന്റെ കോൺഫിഡൻസ് ലെവൽ വളരെ വലുതാണ് സർ. സോ ഞാൻ മനസ്സിലാക്കിയത് രാജപ്രിയക്ക് പെർ ക്യാപിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ ഉണ്ട് എന്നാണ്, അല്ലെ? അപ്പോ ഇവിടെ വന്നതിന് ശേഷം, നമ്മുടെ ക്ലാസ്സസ് കേട്ടതിന് ശേഷം പിന്നെ അഗൈൻ പുതിയ മ്യൂച്വൽ ഫണ്ട്സ് തുടങ്ങിയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ എന്താണ് അവിടെ പുതിയത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്രചോദനമായത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തോട്ടിലേക്ക് പോകാനുള്ള കാരണം? ഓക്കെ, ഞാൻ 2021 ഈ മ്യൂച്വൽ ഫണ്ടിന് വേണ്ടിയിട്ട് ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത്. അന്നേരം ഞാൻ ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്ത്, അത് വളരെ അനാലിസിസ് ചെയ്തിട്ടൊന്നും അല്ല, ജസ്റ്റ് ഒരു മ്യൂച്വൽ ഫണ്ട് ഞാൻ സെലക്ട് ചെയ്ത് അതിലേക്ക് ഒരു 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പറ്റിക്കപ്പെടുവാണോ അല്ലയോ എന്നുള്ളതൊന്നും അറിയണല്ലോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ദിവസം ഞാൻ വെയിറ്റ് ചെയ്തിട്ട് അതിലൊരു പെർസെന്റേജ് ഇൻക്രീസ് ആയപ്പോൾ ഞാൻ അത് വിഡ്രോ ചെയ്തത് ബാങ്കിലോട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഞാൻ നോക്കിയായിരുന്നു. പക്ഷെ അന്നേരം സെലക്ട് ചെയ്തത് യൂട്യൂബ് ചാനൽസ് നോക്കി മെജോറിറ്റി ആൾക്കാരും സെലക്ട് ചെയ്യുന്ന ഒരു കോമൺ ഫണ്ട് ആണ് ഞാനും അന്ന് സെലക്ട് ചെയ്തത്. പക്ഷെ അതിനുശേഷം ഈ ഒരു പെർ ക്യാപിലെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് മ്യൂച്വൽ ഫണ്ട്സ് എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയത്. കുറെ ക്രൈറ്റീരിയാസ് പറഞ്ഞു തരുന്നുണ്ട്. അതിന്റെ ബേസിസിൽ ഓരോ ഗോൾസ് ഓറിയന്റഡ് ആയിട്ട് എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യേണ്ടത്, ഓരോ ഗോൾസിനും എത്ര എമൗണ്ട്, അതിനനുസരിച്ചിട്ട് എത്രയാണ് മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു മെച്യൂർഡ് മ്യൂച്വൽ ഫണ്ട് സെലക്ഷന് സാധിക്കുകയുണ്ടായി. ഓക്കെ, അപ്പോ മ്യൂച്വൽ ഫണ്ട് അതേപോലെ തന്നെ ലോങ് ടേമിലേക്ക് സ്റ്റോക്കുകൾ വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. രാജപ്രിയക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം രാജപ്രിയക്ക് അതിനേക്കാൾ കൂടുതൽ ഇഷ്ടം എനിക്ക് തോന്നുന്നു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെന്നല്ലേ? ഡയറക്ട്ലി ഡിമാറ്റ് അക്കൗണ്ട് സംസാരിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായി. അപ്പൊ ചോദിച്ചോട്ടെ, ഇപ്പൊ മ്യൂച്വൽ ഫണ്ടിലേക്കാണെങ്കിലും ഇനിയിപ്പോ ലോങ് ടേമിലേക്ക് നമ്മൾ സ്റ്റോക്കുകളെ ഹോൾഡ് ചെയ്യുന്നതിലാണെങ്കിലും രാജപ്രിയക്ക് ആഫ്റ്റർ ആൻഡ് ബിഫോർ നോക്കുകയാണെങ്കിൽ പെർ ക്യാപിൽ വന്നതിന്റെ മുൻപും
വന്നതിന് ശേഷമുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് ഷിഫ്റ്റ് എത്രത്തോളമാണ്? ഇപ്പൊ ഈവൻ ഇത് മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പം നമുക്കറിയാം ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, പല പല ഗോൾ ഓറിയന്റഡ് ആയിട്ടാണെന്ന് നമുക്കറിയാം. അപ്പൊ എന്താണ് ഒരു പേഴ്സ്പെക്റ്റീവ് ഷിഫ്റ്റ് ഉണ്ടായത് ഇതിനു മുമ്പും ഇതിനു ശേഷവും? ഓക്കെ, ഞാൻ ആദ്യം മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്നതിന്റെ കാരണം ഡയറക്റ്റ് സ്റ്റോക്സ് ആണെങ്കിൽ അവിടെ റിസ്ക് കൂടുതലാണ്. സോ ഒരു സാധാരണക്കാർക്ക് റിസ്ക് കുറവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ മ്യൂച്വൽ ഫണ്ട്സ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അതിൽ ഫോക്കസ് ചെയ്തത്. അതിനുശേഷം ഇപ്പോ കുറച്ച് സ്റ്റോക്സിലോട്ടും ഞാൻ മൂവ് ചെയ്തിട്ടുണ്ട്. പണ്ട് എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. ഇപ്പൊ ലോങ് ടേം ഗോൾസ് ഉണ്ട്. അപ്പോ അതിനെ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുക, അതിന് എത്രത്തോളം അന്നത്തേക്ക് എമൗണ്ട് വേണം എന്നുള്ളത് അറിയുന്നുണ്ടാവില്ല. ഇന്നു മുതൽക്ക് അത് എത്ര ഇൻവെസ്റ്റ് ചെയ്താലാണ് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന എന്നൊരു പെർസ്പെക്റ്റീവ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ എത്രത്തോളം നമ്മൾ സേവിങ് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എത്ര ചെയ്യണം, എവിടെ ചെയ്യണം എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടിയിട്ടുണ്ട് പെർ ക്യാപ്പിലൂടെ. സോ നല്ല രീതിയിലൊരു പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. രാജപ്രിയ നമ്മുടെ ഫയർ കാൽക്കുലേറ്റ് ചെയ്ത ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെ? അപ്പൊ അതില് അതായത് ഫൈനാൻഷ്യൽ റിട്ടയർ ലൈക്ക് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, റിട്ടയർ ഏർലി, ഒരു കോൺസെപ്റ്റ് ഫയർ. അപ്പൊ രാജപ്രിയയുടെ ഫയർ നമ്പർ എത്ര കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ക്രോർസിലാ അത് വരുന്നത്. ക്രോർസിലാ വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറയാണ്, അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതുകൂടെ ഗോൾ ഓറിയന്റഡ് ആക്കണോ? ഓക്കെ. ഇപ്പൊ ഇതിന്റെ മുമ്പ് രാജപ്രിയ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ again ഒരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പൊ ഒരു വലിയ കോർപ്പസ് എമൗണ്ട് കൈ കിട്ടിയാല് അതിനെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, എന്തൊക്കെയാണ് ആ പൈസ കൊണ്ട് ചെയ്യേണ്ടത് എന്നുള്ളതില് രാജപ്രിയക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള ഒരു പ്രാപ്തി ഇപ്പൊ നിലവിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. സോ ഒരു കോർപ്പസ് എമൗണ്ട് കയ്യിൽ കിട്ടുവാണെങ്കിൽ ആദ്യം സ്പെൻഡിങ് അനാലിസിസ് നോക്കും. ആ സമയത്തുള്ള സ്പെൻഡിങ് ഹാബിറ്റ്സ് നോക്കും. പിന്നെ അതുപോലെ തന്നെ റീസെന്റ് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണോ, ദൂരത്തായിട്ടല്ല, റീസെന്റ് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണോ എന്നുള്ളത് നോക്കും. പിന്നെ അന്ന സമയത്ത് ആ കോർപ്പസ് കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും ഡെപ്സ് ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ നോക്കും. അതിനുശേഷം മാത്രമേ ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് കടക്കുള്ളൂ. സോ ഇപ്പോ ഒരു എമർജൻസി ഫണ്ട് അതെല്ലാം കഴിഞ്ഞ ശേഷം, ഡെപ്റ്റും എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ കോർപ്പസിലോട്ട് കടക്കുള്ളൂ. അതും 100% ഒരു ബാസ്ക്കറ്റിൽ തന്നെ ആക്കാതെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഫിനാൻസ്, മണി മാനേജ്മെന്റ് ചെയ്യാൻ സാധിക്കും. കാരണം ആദ്യം ഒരു കുറച്ച് ഫിസിക്കൽ ക്യാഷ്, പിന്നെ ഒരു FD, പിന്നെ ഒരു ഇക്വിറ്റി, പിന്നെ കുറച്ച് സ്റ്റോക്സിലോട്ട്, അങ്ങനെ ഒരു ഡൈവേഴ്സിഫൈഡ് മാനേജ്മെന്റ് ആയിരിക്കും ചെയ്യുക. സോ ഒരു കോർപ്പസ് കിട്ടുവാണെങ്കിൽ അത് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അതെങ്ങനെ മാനേജ് ചെയ്യണം. സോ അത് തീർച്ചയായും നല്ല രീതിയിൽ തന്നെ ചെയ്യാനുള്ള കോൺഫിഡൻസ് ബിൽഡ് ആയിട്ടുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതുപോലൊരു കോർപ്പസ് കഴിഞ്ഞ ലൈക്ക് 2-3 months ബാക്ക് നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ? അതെ, അത് കഴിഞ്ഞിട്ട് ഇപ്പോ കഴിഞ്ഞ ആഴ്ച ഒരു ഇതും കൂടെ KSFE ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലും നെറുക്ക് മൾട്ടി ഡിവിഷനിലാണ് ജോയിൻ ചെയ്തത്. അത് 3rd month തന്നെ നെറുക്ക് കിട്ടി. അപ്പൊ എഗെയിൻ ഒരു കോർപ്പസ് കൂടെ കൂടി. പക്ഷെ അതിന് FD ആയിട്ട് തന്നെ അവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. കാരണം പുറത്തെടുക്കാനുള്ള സെക്യൂരിറ്റീസ് ഇല്ലാത്തത് കാരണം അവിടെ തന്നെ ഇട്ടു. അത് പുറത്തേക്ക് എടുത്താലും എന്താ ചെയ്യേണ്ടതെന്നുള്ള വ്യക്തമായിട്ടുള്ള പ്ലാൻ ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടല്ലോ അല്ലെ? ഉണ്ട്. പുറത്തെടുത്താൽ അതിനേക്കാളും ഡബിൾ ആക്കാമായിരുന്നു. പക്ഷെ അതിനുള്ള സെക്യൂരിറ്റി ഇല്ലാത്ത കാരണം അത്. സോ ദെൻ കമ്മിങ് ടു ട്രേഡിംഗ്, ആദ്യം തന്നെ ചോദിച്ചോട്ടെ, പെർ ക്യാപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണോ ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതെ, പെർ ക്യാപ്പിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ്. മുമ്പ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല? ഇല്ല, ജസ്റ്റ് ഞാൻ ഒന്ന് ട്രേഡ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ മീൻസ് അതിന്റെ സ്ട്രാറ്റജി ഒന്നും അറിയത്തില്ല. ജസ്റ്റ് അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് തുടങ്ങിയായിരുന്നു. ഇല്ലാന്ന് പറയാം. ഓക്കെ, ഇല്ലാന്ന് പറയാം. ഇല്ല. ചോദിച്ചോട്ടെ, എന്താണ് ഇപ്പോഴത്തെ സ്വിംഗ് ട്രേഡിങ്ങിന്റെ അല്ലെങ്കിൽ ട്രേഡിങ്ങിന്റെ ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥ എന്താ രാജപ്രിയയുടെ? ഞാൻ മെയ് ബാച്ചാണ് പെർ ക്യാപ്പിൽ സ്റ്റാർട്ട് ചെയ്ത്. അതിനുശേഷം ഒരു 1 month കഴിഞ്ഞ ജൂണിലാണ് സ്വിംഗ് ഞാൻ തുടങ്ങുന്നത്. ആദ്യം തുടങ്ങുമ്പോൾ
കുറച്ച് ലോസ് ഒക്കെ തന്നെ ആയിരുന്നു. പ്രോഫിറ്റിന്റെ ഈക്വൽ ആയിട്ട് ലോസും ഉണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് ഓഗസ്റ്റ് മന്ത് മുതലാണ് എനിക്ക് ശരിക്കും സ്ട്രാറ്റജി മനസ്സിലാക്കി. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ PMS സെഷൻസ് ഉണ്ട്. അതിലൊക്കെയാണ് സ്ട്രാറ്റജിയും കുറെ പ്രാക്ടിക്കൽ സെഷൻസ് ഒക്കെ. അതിലൂടെ മനസ്സിലാക്കി എന്റെ തെറ്റുകൾ ഉണ്ടായിരുന്നു ഫസ്റ്റ് മന്തില്. അതൊക്കെ ക്ലാരിഫൈ ചെയ്ത് നെക്സ്റ്റ് ഓഗസ്റ്റ് മുതൽ എനിക്ക് പ്രോഫിറ്റ് ആണ്. ഓഗസ്റ്റ് സെപ്റ്റംബർ ലാസ്റ്റ് മന്ത് മാത്രം എല്ലാവർക്കും അറിയാം ഒരു ഡിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ സ്വിംഗ് ട്രേഡ്സ് അധികം ബുക്ക് ചെയ്യാനൊന്നും പറ്റിയില്ല. അതുവരെ ഉള്ളതെല്ലാം പ്രോഫിറ്റബിൾ ആണ്. നിയർലി ഒരു 4-5% മന്ത്ലി കാണുന്നുണ്ട്. ഓക്കെ, ഉണ്ട്. രാജപ്രിയ ഞാൻ മനസ്സിലാക്കിയിടത്തോളം രാജപ്രിയ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മന്ത്ലി സാലറി ആയിട്ട് ഏൺ ചെയ്യുന്ന ഒരാളാണ്. അതെ. അതെ. അപ്പോ ഒരു എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം ഒരു വർക്കിംഗ് പ്രൊഫഷണലിന് എത്രത്തോളം യൂസ്ഫുൾ ആണ്? അപ്പൊ ഞാൻ ഇപ്പൊ രാജപ്രിയ പറഞ്ഞതിന്റെ അടുത്തൊരു 4-5% എവറി മന്ത് രാജപ്രിയനെ വർക്കിനെ കോംപ്രമൈസ് ചെയ്യാതെ തന്നെ രാജപ്രിയ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത് എത്രത്തോളം ഒരു വർക്കിംഗ് പ്രൊഫഷണലിന് യൂസ്ഫുൾ ആണ് ഒരു എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്? ഓക്കെ, ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം പ്രൊഫഷണൽ ജോബ് അല്ലാതെ എല്ലാവർക്കും അത് വേണ്ട ഒന്ന് തന്നെയാണ്. കാരണം നമുക്കറിയാം കൊറോണ സമയത്ത് ഒരു ജോലിയിൽ മാത്രം ഒതുങ്ങി നിന്ന ആൾക്കാര് വളരെ ബുദ്ധിമുട്ട് അവർക്കുണ്ടായി. അപ്പൊ ഒന്നിലധികം ജോബ് ഉള്ളവർക്ക് അവർക്കത് ജീവിതം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിച്ചു. സോ ഈ ഒരു എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം എല്ലാവർക്കും ഉള്ളത്, ഒരു സെക്കൻഡ് ഇൻകം ഉള്ളത് എല്ലാവർക്കും നല്ല ഒന്നാണ്. എല്ലാവരും അത് കണ്ടെത്തണം എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം. അല്ലെങ്കിൽ എല്ലാവരും അത് കണ്ടെത്തണം. സോ പല ആൾക്കാരും ലേ ഓഫ് ചെയ്തു പോയി കൊറോണ സമയത്ത്. സോ അങ്ങനെയൊന്നും ആവാതിരിക്കാൻ നമ്മള് നേരത്തെ ജീവിച്ചത് എങ്ങനെയാണോ ആ ലൈഫ് സ്റ്റാൻഡേർഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ ഒരു എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം വളരെയധികം ഉപകാരപ്പെടും. പിന്നെ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഒരു വെൽത്ത് ക്രിയേഷന് ഒരു അഡ്വാൻറ്റേജ് ആണ്, ഒരു ആഡഡ് അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ പറയുകയാണെങ്കിൽ എനിക്ക് ഞാൻ എന്തുകൊണ്ട് അതിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഒരു 9 to 5 ജോബ് ആണെങ്കിൽ അതില് മറ്റുള്ള ഇൻവെസ്റ്റ്മെന്റ്, സേവിങ്സ്, പിന്നെ മന്ത്ലി എക്സ്പെൻസസ് ഇതൊക്കെ പോയിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവും. ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഇതുപോലെ ഒരു എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടെങ്കിൽ അത് വളരെയധികം ഉപകരിക്കുന്ന ഒന്നാണ്. പിന്നെ ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു റീചാർജ് ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ട്രിപ്പ് പോവുക, അങ്ങനെയുള്ളതായിരുന്നു. ഇപ്പൊ അത് മാറി അതിൽ നിന്ന് ഞാൻ പ്രോഫിറ്റ് കാണുന്നത് കൊണ്ട് ഒരു ഗോൾ ഓറിയന്റഡ് ആയിട്ട് ഞാൻ അത് കൊണ്ടുപോകുന്നു. എന്റെ പ്രൊഫഷണൽ ജോബ് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇതിന് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. കഴിഞ്ഞ മന്ത് ടഫായിരുന്നു എന്ന് രാജപ്രിയ പറഞ്ഞു. ഇപ്പൊ അത് ഓൾമോസ്റ്റ് ഒരു സ്വിംഗ് ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ടഫ് തന്നെയായിരുന്നു. ഇപ്പൊ ഞാനാണെങ്കിലും എനിക്ക് തോന്നുന്നത് ഒരു 2% എന്തോ 2% ഓർ ബിലോ 2% മാത്രമാണ് ഞാൻ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞൊരു മന്ത്. അപ്പോ രാജപ്രിയക്കും ടഫ്, അതായത് ജനറലി എല്ലാവർക്കും ടഫാണ്. രാജപ്രിയക്ക് ഒബ്വിയസ്ലി ടഫായിരിക്കും. അപ്പൊ രാജപ്രിയ ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻ, കഴിഞ്ഞ ഈ മാസത്തെ ആ ഒരു സിറ്റുവേഷൻ കാണുന്നത് എനിക്ക് തോന്നുന്നു രാജപ്രിയയുടെ ട്രേഡിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് വെരി ഏർലി സ്റ്റേജിൽ, അതായത് 2ാമത്തെ 3ാമത്തെ 4ാമത്തെ മാസമാണ്. അപ്പൊ എന്നിട്ട് രാജപ്രിയക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഇറ്റ് വാസ് പ്രോഫിറ്റബിൾ ഓർ നോട്ട് കഴിഞ്ഞ മന്ത്? കഴിഞ്ഞ മന്ത് പ്രോഫിറ്റബിൾ ആണ്, നോട്ട് വെരി മച്ച്. ഓക്കെ, നോ ഇഷ്യൂസ്. കാരണം എന്താന്ന് വെച്ചാൽ ഞാനത് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാല് ഭൂരിഭാഗം ആളുകളും ലോസിലേക്ക് പോയിട്ടുള്ള ഒരു മന്താണ് കഴിഞ്ഞ മന്ത് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ മാർക്കറ്റ് നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു വരുന്നത്, രാജപ്രിയ പ്രോഫിറ്റബിൾ ആണെന്ന് ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റിയിൽ രാജപ്രിയയുടെ സ്ക്രീൻഷോട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജി അത് ഇത്രയ്ക്ക് ടഫായിട്ടുള്ള ഒരു മന്തിൽ പോലും എൻട്രീസ് വളരെ കുറവായിരുന്നു. ബട്ട് സ്റ്റിൽ അതിലൊക്കെ നിന്നുകൊണ്ട് നമ്മൾ പ്രോഫിറ്റബിൾ ആകുക എന്ന് പറഞ്ഞാല് ആ ഒരു സ്ട്രാറ്റജി അത് നമുക്ക് അറിയുന്നത് പോലെ അത് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സ്പെഷ്യലി ഡിസൈൻഡ് ആണ്. അപ്പൊ ഈ ഒരു കമ്മ്യൂണിറ്റി, ഐ മീൻ ഈ ഒരു സ്ട്രാറ്റജി രാജപ്രിയക്ക് എത്രത്തോളം ഈസി ആണ് യൂസ് ചെയ്യാൻ എന്നുള്ളത് ഒന്ന് അനലൈസ് ചെയ്തിട്ട് പറയാൻ പറ്റും? ഈ സ്വിംഗ് ട്രേഡിന്റെ സ്ട്രാറ്റജി എന്താ, ആദ്യം നമുക്ക് ഒരു റിസ്ക് മാനേജ്മെന്റ് നമ്മൾ വെക്കണം.
അതാണ് വളരെ ലോസിലോട്ട് പോവാതിരിക്കാനുള്ള ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് റിസ്ക് മാനേജ്മെന്റ്. പിന്നെ ഈ കമ്മ്യൂണിറ്റിയിൽ തന്നെ കുറച്ച് സ്ക്രീനേഴ്സ് ഉണ്ട്. അതുവഴി പൊട്ടൻഷ്യൽ സ്റ്റോക്സ് ഐഡന്റിഫൈ ചെയ്യുക. കുറച്ച് കാര്യങ്ങളുണ്ട്, സാർ പറഞ്ഞ പോലെ MACD അങ്ങനെ ഒരു 5-6 കാര്യങ്ങൾ നോക്കിയിട്ടാണ് അതില് നല്ലത് മാത്രമേ ഞാൻ സെലക്ട് ചെയ്യാറുള്ളൂ. ഒരു പൊട്ടൻഷ്യൽ സ്റ്റോക്ക് സെലക്ഷൻ, പിന്നെ പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ്, ഇത് ഒക്കെ കൊണ്ടാണ് ഒരു ലോസിലോട്ട് പോവാതെ ഒരു ചെറിയൊരു പ്രോഫിറ്റ് രീതിയിൽ തന്നെ ഈ ഒരു ടഫ് മന്തിലും നിൽക്കാൻ സാധിച്ച്. ഒരു ക്വസ്റ്റ്യൻ, ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ, ഈ സ്ട്രാറ്റജി ഏതൊരു ബിഗിനർക്കാണെങ്കിലും യൂസ് ചെയ്യാൻ ഈസി ആണോ അല്ലെങ്കിൽ ടഫ് ആണോ നമ്മുടെ സ്ട്രാറ്റജി? വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അടിപൊളി. കാരണം നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യണം, പിന്നെ കുറച്ച് നമ്മൾ തന്നെ നോക്കണം. കുറച്ച് ദിവസങ്ങൾ അത് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇത് എടുക്കാമോ എടുക്കാൻ പാടില്ലയോ എന്നുള്ളത് മനസ്സിലാവും. വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ കമ്മിങ് ടു ദ കമ്മ്യൂണിറ്റി രാജപ്രിയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ സെഷൻസ് എന്ന് പറയുന്നത് ഏകദേശം 2-2.5 മാസത്തോളം ഉള്ള സെഷൻസ് ആണുള്ളത്. അതായത് റെഗുലർ സെഷൻസ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോണ്ടിങ് നിൽക്കുന്നത് കമ്മ്യൂണിറ്റിയിലാണ്, റെഗുലർ സെഷൻസ്. അപ്പോ രാജപ്രിയയുടെ ഈ ഒരു ഫൈനാൻഷ്യൽ ജേർണിയിൽ കമ്മ്യൂണിറ്റി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായും കമ്മ്യൂണിറ്റി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ആദ്യത്തെ 1 മാസത്താണ് നമ്മുടെ കോഴ്സിന്റെ സമയം. അതിനുശേഷം നമ്മൾ കാണുന്നത് കമ്മ്യൂണിറ്റിയിലാണ്. അപ്പൊ കമ്മ്യൂണിറ്റിയിലൂടെയാണ് കുറെ ഈ സ്വിംഗ് ട്രേഡിങ്ങിനൊക്കെ ഉപകരിക്കുന്നത് കമ്മ്യൂണിറ്റി വഴിയാണ്. അതിലൂടെയാണ് എങ്ങനെ സെലക്ട് ചെയ്യണം, സ്റ്റോക്സ് എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളത്. പിന്നെ PMS സെഷൻസ് ഓരോ ദിവസം കഴിയുമ്പോൾ, ദിവസത്തിന്റെ ഓരോ മാർക്കറ്റ് ഡേ കഴിഞ്ഞിട്ട് നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് സെഷൻസ് ഉണ്ടാവും. അതില് രതിൽ സാറ് എല്ലാം നന്നായി പറഞ്ഞു തരുന്നുണ്ട്, എല്ലാം ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. സോ വളരെയധികം ഉപകരിക്കുന്നുണ്ട് കമ്മ്യൂണിറ്റി. PMS റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യാറുണ്ട്? റെഗുലർ, ഇടയ്ക്ക് വല്ലപ്പോഴും മിസ്സാവും. പിന്നെ അതുകൂടാതെ തന്നെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് തമ്മിൽ ഒരു നല്ലൊരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ട്. അതെ. നമ്മുടെ വീക്കെൻഡ് സെഷൻസ് ഇപ്പൊ നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം കുറച്ച് മാസങ്ങളിൽ ചെറിയ ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പൊ റെഗുലർ ആയിട്ട് നമ്മളെ വീക്കെൻഡ് സെഷൻസിൽ എവ്രി വീക്ക് എന്തെങ്കിലും ഒരു രീതിയിലുള്ള വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് പല സെഷൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട്, പല സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സെഷൻസ് കാണാറുണ്ടോ? വീക്കെൻഡ് സെഷൻസ് കാണാറുണ്ട്. വീക്കെൻഡ് സെഷൻസ് അണ്ടർ വാല്യൂഡ് സ്റ്റോക്സ് ഈയുടെ ഒരു ഡിപ്പ് വന്ന സമയത്തുണ്ടായിരുന്നു. പിന്നെ ഫയർ വാല്യൂ കാൽക്കുലേഷൻ. സോ അതൊക്കെ വളരെയധികം ഉപകരിക്കുന്ന ഒന്ന് തന്നെയാണ്. ഒരു ലോങ് ടേം ഗോൾസിനാവുമ്പോഴും അതുപോലെ മാർക്കറ്റ് വീഴുന്ന സമയത്ത് സ്വിംഗ് ട്രേഡ് നമുക്ക് എടുക്കാൻ പറ്റില്ല. അന്നേരം ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാ. സോ ആ സമയത്ത് ഈ വീക്കെൻഡ് സെഷൻസ് ഒക്കെ ഉപകരിക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. സോ വീക്കെൻഡ് സെഷൻസ് ആയിക്കോട്ടെ, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ PMS ആയിക്കോട്ടെ, പിന്നെ ഈ നമ്മുടെ ഈ ഒരു ട്രേഡേഴ്സിന്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന്റെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളുടെ ആ ഒരു കൂട്ടായ്മ, ആ ഒരു കമ്മ്യൂണിറ്റി ഒരു വാല്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ് എന്നുള്ള ഒരു വിശ്വാസം രാജപ്രിയക്കുണ്ട്. അതായത് സം കൈൻഡ് ഓഫ് വാല്യൂ ഇൻ അവർ ലൈഫ് അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്പേസ് ആണ് എന്നുള്ള ആ ഒരു വിശ്വാസം രാജപ്രിയയുടെ ഉള്ളിൽ ഉണ്ടോ? തീർച്ചയായും. കാരണം ഞാൻ കാണുന്ന ഗുണം കമ്മ്യൂണിറ്റിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ നിൽക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. മാർക്കറ്റിൽ എന്ത് നടക്കുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ക്ലാരിഫൈ ചെയ്യാനും മിസ്റ്റേക്സുകളിൽ നിന്നൊരു എന്തെങ്കിലും മിസ്റ്റേക്സ് കാണിച്ചാലും മെന്റേഴ്സ് വഴി അത് തിരുത്താനുള്ള ഒരു ചാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ കമ്മ്യൂണിറ്റി നിൽക്കുമ്പോൾ നമ്മളൊരു മാർക്കറ്റിൽ നിൽക്കുന്ന ഒരു ഫീലാണ്. രാജപ്രിയക്ക് എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ ഇപ്പോ റിട്ടയർമെന്റിന് ഒരു പ്ലാൻ ഉണ്ട് അല്ലെ? ഗോൾ ഓറിയന്റഡ് ആയിട്ട് പല കാര്യങ്ങളും രാജപ്രിയ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈവൻ മ്യൂച്വൽ ഫണ്ട്സ് വഴിയാണെങ്കിലും, അതായത് അതിന്റെയൊക്കെ ഫൈനാൻഷ്യൽ സൈഡ്സ് രാജപ്രിയ പ്ലാൻഡ് ആണെന്നാണ് എന്റെ വിശ്വാസം. അപ്പോ ഈ ഒരു സൊസൈറ്റി, നമ്മുടെ സമൂഹം അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കേണ്ടതുണ്ടോ? ഇങ്ങനെയുള്ള ക്ലാസ്സുകള് ഈ സമൂഹത്തില് ലൈക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് കിട്ടേണ്ട ഒന്ന്, അല്ലെങ്കിൽ സമൂഹം കാണേണ്ട ചിന്തിക്കേണ്ട ഒന്നാണോ
എന്താണ് അതിനെ പറ്റിയിട്ട് രാജപ്രിയക്ക് തോന്നുന്നത്? സോ പല ആൾക്കാരും വിചാരിക്കുന്നത് 55-56 ആണ് റിട്ടയർമെന്റ്. അതാണ് പല ആൾക്കാരുടെയും ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോ സമൂഹത്തില് അങ്ങനെയല്ല, അതിനുള്ള ഒരു ഫിനാൻഷ്യൽ അവയർനെസ് കൊണ്ടുവരേണ്ട ഒരു ആവശ്യം ഉണ്ട്. കാരണം ഇപ്പം മുതൽക്ക് പണ്ടൊക്കെ ഒരു പെൻഷൻ എന്നുള്ളതുണ്ട്, പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല. അപ്പൊ ഈ ലോങ് ടേം ഒരു റിട്ടയർമെന്റ് പ്ലാനിങ്ങിന് ഇപ്പം മുതൽക്ക് തന്നെ ഒരു ചെറിയ എമൗണ്ട് നമ്മൾ സേവ് ചെയ്യേണ്ടതുണ്ട്. അത് ശരിയായ രീതിയിൽ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതൊരു കോമ്പൗണ്ടിങ്, കാരണം അതൊരു വലിയൊരു കോർപ്പസ് എമൗണ്ട് പിൽക്കാലത്താവുകയും അത് ഒരു റിട്ടയർമെന്റിന്റെ സമയത്ത് നമ്മളെ വളരെയധികം സഹായിക്കുകയും ചെയ്യും. സോ ഇതിനുള്ള അവയർനെസ് വേണം. കാരണം ഇപ്പൊ തന്നെ എന്റെ ഒരു പിയർ ഗ്രൂപ്പിൽ ഡിസ്കഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു എമർജൻസി വന്നാൽ എന്ത് എന്നുള്ള ഒരു ചോദ്യമാണ്. സോ ഇത് എല്ലാ ആൾക്കാരിലും ഇതിന്റെ ഒരു തക്കതായിട്ടുള്ള അവയർനെസ് എത്തണം എന്നതാണ് എന്റെ ആഗ്രഹം. രാജപ്രിയ ചെയ്തൊരു കാര്യമാണ്. രാജപ്രിയക്ക് അത് അടിപൊളിയായിട്ട് റിലേറ്റ് ചെയ്യാനും പറ്റും. കാരണം പെർ ക്യാപ്പിൽ വരുന്നതിന്റെ മുന്നേ രാജപ്രിയക്ക് മ്യൂച്വൽ ഫണ്ട് ഉണ്ട് എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്, അല്ലെ? വരുന്നതിന്റെ മുന്നേ. അപ്പൊ ഒരു സാധാരണ ഒരു ശരാശരി ഒരാള് അയാള് ഫൈനാൻസിനെ കുറിച്ച് അല്ലെങ്കിൽ അയാളുടെ ഫൈനാൻഷ്യൽ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഒരു മ്യൂച്വൽ ഫണ്ട് എടുക്കും. അതായത് ഓൾമോസ്റ്റ് 90% ആളുകളും അങ്ങനെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്താൽ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ SIP സ്റ്റാർട്ട് ചെയ്താൽ ഫൈനാൻഷ്യൽ തിങ്സ് അവിടെ തീർന്നു എന്നാണ്. അതായത് ഫൈനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ട് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് മ്യൂച്വൽ ഫണ്ട് എന്നുള്ള ഒരു ഒറ്റ പെർസ്പെക്റ്റീവ് ആണ് എല്ലാവരുടെയും ചിന്താഗതി. അപ്പോ അതിന് അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോ ഇപ്പൊ ഈ അറ്റം വരികയാണെങ്കിൽ ഈവൻ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് പോലും ഒരു ഫൈനാൻഷ്യലി ഹെൽത്തി ആയിട്ട് ചിന്തിക്കുന്ന ഒരാൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിന്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോ ഒരു മ്യൂച്വൽ ഫണ്ട് റാൻഡം ആയിട്ടോ അല്ലെങ്കിൽ ഈവൻ ഒരു മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് പഠിച്ചുകൊണ്ട് തന്നെ ആ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക, അതോടുകൂടി കംപ്ലീറ്റ് ഫൈനാൻഷ്യൽ ഫ്യൂച്ചർ സ്റ്റേബിൾ ആയി എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോട് രാജപ്രിയക്ക് എന്താ പറയാം? സിമ്പിൾ ആയിട്ട് പറയണെങ്കിൽ ഇപ്പൊ ഡ്രൈവിംഗ് പഠിച്ച എല്ലാം ആയി എന്നുള്ളത്. ഇപ്പൊ ഒരു കാറ്, അതിലെ തന്നെ കുറെ വകതിരിവുകളുണ്ട്. ബസ്സുണ്ട്, ബൈക്കുണ്ട്, ലോറിയുണ്ട്. അപ്പോ അതുപോലെ തന്നെ ഇവിടെയും മ്യൂച്വൽ ഫണ്ട് ഒരു ഓപ്ഷൻ മാത്രമാണ്. സോ അതിൽ തന്നെ ഇപ്പൊ പേഴ്സണൽ ഫിനാൻസിൽ കുറെ വകതിരിവുകളുണ്ട്. അത് നമ്മൾ അറിയണം. മ്യൂച്വൽ ഫണ്ട് ഒരു സാധാരണക്കാർക്ക് ഡയറക്റ്റ് സ്റ്റോക്കിൽ അത്രയും റിസ്ക് എടുക്കാൻ സാധിച്ചില്ലാത്ത പക്ഷം ഒരു ഫണ്ട് മാനേജർ അത് നോക്കുന്നു. അപ്പൊ ഒരു റിസ്ക് ഇല്ലാതെ ഒരാൾക്ക് എടുക്കാം. പക്ഷെ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ കുറെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. പിന്നെ ഇത് നമ്മള് പേഴ്സണൽ ഫിനാൻസിൽ ചെയ്യേണ്ടത് നമ്മളുടെ ഗോൾസ് എന്താണെന്നുള്ള കാര്യം ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ആ ഗോൾസിൽ തന്നെ ഷോർട്ട് ടേം ഏതാണ്, മീഡിയം ടേം ഏതാണ്, ലോങ് ടേം ഏതാണ് ഐഡന്റിഫൈ ചെയ്യുക. അതിനനുസരിച്ചിട്ട് വേണം നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോവാൻ. ഇതിൽ മ്യൂച്വൽ ഫണ്ട് ഒരു ഓപ്ഷൻ മാത്രമാണ്. അതല്ലാതെ കുറെ ഇപ്പോ FD ഉണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. അത് അധികം റിസ്ക് ഇല്ലാത്ത ഒന്നാണ്. പിന്നെ മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, ഡയറക്റ്റ് നമുക്ക് സ്റ്റോക്സ് എടുക്കാം. അതിലെ തന്നെ ETFകളുണ്ട്. അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇത് ജസ്റ്റ് വൺ ഓപ്ഷൻ. ഇപ്പൊ FDനെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു, എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ രാജപ്രിയക്ക് ഒരു ബാങ്കിൽ ഇപ്പൊ FD ഇടാനൊരു അവസരം വന്നാൽ കൃത്യമായിട്ട് എവിടെ FD ഇട്ടാലാണ് രാജപ്രിയക്ക് റിട്ടേൺസ് കൂടുതൽ കിട്ടുക എന്നുള്ള കാര്യം വരെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എന്നാണ്. അത് അറിയിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏത് ബാങ്കിൽ FD ഇട്ടാൽ നമുക്ക് കൂടുതൽ റിട്ടേൺസ് കിട്ടും അല്ലെ? രാജപ്രിയ പെർ ക്യാപ്പില് ഫീസ് കൊടുത്ത് തന്നെയാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് അല്ലെ? അപ്പൊ പേഴ്സണൽ ഫൈനാൻസ് പഠിക്കുക അല്ലെങ്കിൽ സ്വന്തം ഫൈനാൻസ് മാനേജ് ചെയ്യുക എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലാണ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ ജോയിൻ ചെയ്യുന്നതിന്റെ മുമ്പ് ഒബ്വിയസ്ലി ഡെഫിനറ്റ്ലി ഞാൻ പറയട്ടെ, ഒരു ചിന്ത എവിടെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടാവും, ഞാൻ ഈ കൊടുക്കാൻ പോകുന്ന പൈസ എനിക്ക് വെറുതാകുമോ അല്ലയോ. അത് ഏതൊരു മനുഷ്യനും ചിന്തിക്കൂട്ടോ. നമ്മള് കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കുമോ ഉറപ്പായിട്ടും ഞാൻ ഈ കൊടുക്കാൻ പോണ പൈസ എനിക്ക് ലോസ് ആകുമോ അല്ലെങ്കിൽ ഒരു തെറ്റായ തീരുമാനമാകുമോ എന്നുള്ളത് ഡെഫിനറ്റ്ലി രാജപ്രിയയ്ക്കും അത് ഉള്ളിൽ വന്നിട്ടുണ്ടാവും ഉറപ്പായിട്ടും. അപ്പൊ ഇപ്പൊ ഈ ഒരു പോയിന്റിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ രാജപ്രിയയോട് ചോദിച്ചിട്ട്, കാരണം രാജപ്രിയ ഇത്രയും മാസങ്ങളായി ഇവിടെ വന്നിട്ട് കുറെ കാര്യങ്ങൾ പഠിച്ചു എന്ന് രാജപ്രിയ എന്റെ അടുത്ത് പറഞ്ഞു.
പേഴ്സണൽ ഫൈനാൻസ് പൈസ കൊടുത്ത് പഠിക്കേണ്ട ഒന്നാണോ? അതെ, എനിക്ക് പെർ ക്യാപില് 100% വെർത്തായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം പേഴ്സണൽ ഫിനാൻസ് ക്ലാസ് വേറെ എവിടെ എടുക്കുന്നുണ്ടോ എനിക്ക് അറിയില്ല. കാരണം സ്വിംഗ് ട്രേഡിംഗ്, ഇൻട്രാ ഡേ ട്രേഡിംഗ് ഒക്കെ കാണുമായിരിക്കും. പക്ഷെ പേഴ്സണൽ ഞാൻ ഒന്ന് ഇൻക്ലൂഡ് മീൻസ് ഇടപെടുകയാണ്. പേഴ്സണൽ ഫൈനാൻസ് എന്നും പറഞ്ഞിട്ട് പലതും കേരളത്തിലുണ്ട്. പക്ഷെ കംപ്ലീറ്റ് പേഴ്സണൽ ഫൈനാൻസ് പെർ ക്യാപിൽ മാത്രമേ ഉള്ളൂ. അത് ഞാൻ എന്റെ അവകാശമാണ്, ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, സോ ഇങ്ങനെ ഒരു പേഴ്സണൽ ഫിനാൻസ് ക്ലാസ് ഞാൻ പൈസ കൊടുത്ത് പഠിക്കുന്നതിൽ 100% വെർത്താണ്. കാരണം നമ്മളെ സമ്പാദിക്കുന്നു, അത് ചുമ്മാ വെച്ചാൽ പോരാ. നമുക്ക് പണപ്പെരുപ്പം എന്നുള്ളത് ഉണ്ട്. അപ്പൊ ചുമ്മാ വെച്ച് കഴിഞ്ഞാൽ ആ പണത്തിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ട് തന്നെയാ വരുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന എമൗണ്ട് എങ്കിലും നമുക്കുണ്ടെങ്കിലേ അത് നാളെ ഒരു നല്ലൊരു ആവശ്യത്തിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് എങ്ങനെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് പഠിക്കണമെങ്കിൽ അത് പഠിച്ചാൽ മാത്രം പോരാ, നല്ല തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ നമുക്ക് ഒരു ഗൈഡിന്റെ ഒരു ആവശ്യം ഉണ്ട്. കാരണം ഇതെല്ലാം പറയുന്ന ഇപ്പൊ യൂട്യൂബ് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിരിക്കും പറയുക. ഈ ഒരു കംപ്ലീറ്റ് ഒരു പേഴ്സണൽ ഫിനാൻസിനെ കുറിച്ച് പറയുന്ന ഒരു ക്ലാസ് എല്ലാവർക്കും ആവശ്യമുള്ളത് തന്നെയാണ്. പിന്നെ അത് കൂടാതെ ഈ പേഴ്സണൽ ഫിനാൻസിന്റെ കൂടെ സ്വിംഗ് ട്രേഡിങ്ങും വരുന്നുണ്ട്. അപ്പൊ അതില് ഞാൻ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നുണ്ട്, സർക്കറിയാം. അപ്പൊ അതിലൂടെ തന്നെ ഒരു എമൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോ ഈ ഒരു പഠിച്ചതിന്റെ മൾട്ടിപ്പിൾ ടൈംസ് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ അതാ ചോദിക്കാൻ പറഞ്ഞത്. എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ രാജപ്രിയ ഇപ്പൊ ഇവിടെ ഫീസായിട്ട് തന്ന എമൗണ്ട് എന്തായാലും മാർക്കറ്റിൽ നിന്ന് തിരിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. അതെ, അതിനേക്കാളും കൂടുതലായി. പക്ഷെ സമയം എനിക്ക് ആകെ ഒരു കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ. അപ്പൊ വലിയ ഒരിതല്ല. പക്ഷെ ഇനി പോകുന്ന സമയത്ത് ഒരു മാസത്തെ അല്ലെങ്കിൽ 2 മാസത്തെ പ്രോഫിറ്റ് മാത്രമായിരിക്കും. പക്ഷെ ഇനി വരാൻ പോകുന്ന ഒരു ലൈഫ് ലോങ് ഞാൻ ട്രേഡ് ചെയ്യുന്ന സമയത്ത് അത്രയും എനിക്ക് പ്രോഫിറ്റ് ആണ്. പിന്നെ ഒരു പൈസ കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ പണി കിട്ടിയിട്ട് എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ് കിട്ടി നമ്മൾ പഠിക്കും പൈസ ചെലവാക്കിയിട്ട്. അപ്പൊ ഒരു ബാഡ് എക്സ്പീരിയൻസ് കിട്ടാതെ നമുക്ക് ഇത് പഠിക്കാൻ സാധിച്ചു. ഇനി പറയുകയാണെങ്കിൽ ഒരു രോഗം വന്ന് മരുന്ന് കഴിച്ച് മാറുന്നതിനേക്കാൾ രോഗം വരാതെ നമ്മളെ നോക്കുക. എന്റെ ഈ ഞാൻ കാണുന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ ഒരു മണി മാനേജ്മെന്റ് അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് വെർത്താണ്. അപ്പൊ ഇതിൽ തന്നെ രാജപ്രിയക്ക് രാജപ്രിയക്കെന്നല്ല, ഇവിടെ ജോയിൻ ചെയ്യുന്ന ഏതൊരാൾക്കും നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് ആണ്. രാജപ്രിയക്ക് എന്നാണോ ഇതിൽ നിന്നും അടുത്തിട്ട് ഇറങ്ങി പോകാൻ തോന്നുന്നത്, അന്നേ ഇതിൽ നിന്നും പോകാൻ പറ്റുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളെ വേറെ പല ഞാൻ ആരെയും കുറ്റം പറയല്ല, വേറെ പലതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു ഫീസ് മാത്രമാണ് പെർ ക്യാപിറ്റൽ. അത് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. അത് അപ്പൊ വേറെയുള്ള സ്ഥലത്ത് ഇതിന്റെയും 5 ടൈംസ് 10 ടൈംസ് ആണ് അതിലും. പക്ഷെ ഇത്രയും സിലബസിലുള്ള ഇത്രയും ടോപ്പിക്സ് കവർ ആവുന്നില്ല. നമുക്ക് വേണ്ട അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങളാണ് ഈ പേഴ്സണൽ ഫിനാൻസ്. ഓരോരുത്തരും ഇപ്പൊ പ്രൊഫഷണൽ കോഴ്സസ് പഠിക്കുന്ന പോലെ ഇതും ഒരു സ്കില്ലാണ്. അത് നമുക്ക് അറിയേണ്ട ഒന്നാണ്. അപ്പോ അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചോട്ടെ. നമുക്ക് എവ്രി വീക്ക് ഓരോ വാല്യൂ ആഡഡ് ആയിട്ടുള്ള സെഷൻസ് ഇപ്പൊ കമ്മ്യൂണിറ്റി ബേസിസിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എവ്രി വീക്ക്. ഇപ്പോ നെക്സ്റ്റ് വീക്കിലേക്ക്, നെക്സ്റ്റ് 2-3 വീക്സിലേക്കുള്ള കാര്യങ്ങൾ ഓൾമോസ്റ്റ് ഓൾറെഡി പ്ലാൻഡ് ആണ്. ഓൾമോസ്റ്റ് അതിന്റെ കാര്യങ്ങളെല്ലാം തീർന്നിട്ടുണ്ട്. അപ്പോ നമ്മള് എവ്രി വീക്ക് ഇങ്ങനെ എന്താ പറയാ ഒരു വാല്യൂ കൊടുത്തുകൊണ്ട് നമ്മള് ഇപ്പോ എത്രയാണോ അതിൽ നിന്നും നമ്മുടെ ഓരോ കമ്മ്യൂണിറ്റി മെമ്പറെയും അതിൽ നിന്ന് വളർത്തി എവ്രി പെർസ്പെക്റ്റീവിൽ അവർ വളരണം. അതായത് ഫൈനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള എവ്രി പെർസ്പെക്റ്റീവിൽ അവർ വളരണം എന്ന് വിശ്വസിക്കുന്ന, അങ്ങനെ തന്നെ അതായത് നമ്മളും വളർന്ന് നമ്മുടെ കൂടെയുള്ളവരും വളർന്ന് അങ്ങനെ വളർന്നുകൊണ്ട് പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കമ്മ്യൂണിറ്റിയും ഈ ഒരു ഫാമിലി മെമ്പേഴ്സ്, ഞാൻ അതിനെ ഫാമിലി മെമ്പേഴ്സ് എന്നാ പറയാ, രാജപ്രിയ ഞാനൊക്കെ വി ആർ ഓൾ ഫാമിലി. അപ്പൊ ഈ ഒരു ഫാമിലി രാജപ്രിയയുടെ ഫ്യൂച്ചറിലേക്ക് ഗുണം ചെയ്യും എന്നുള്ള കാര്യം രാജപ്രിയക്ക് അതിൽ വിശ്വസിക്കുന്നുണ്ടോ?
തീർച്ചയായും. സോ പെർ ക്യാപ്പ് എന്റെ ലൈഫിൽ വളരെയധികം ഒരു സ്വാധീനിച്ച ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ്. കാരണം ഒരു മെച്യൂർഡ് ഫണ്ട് സെലക്ഷൻ ആയിക്കോട്ടെ, പിന്നെ ഈ മാർക്കറ്റ് ഡിസ്കഷൻസിനെ കുറിച്ച് പഠിപ്പിച്ചു തന്നു. അതുപോലെ ഒരു കോൺഫിഡൻസ് ബിൽഡായി. പിന്നെ മാർക്കറ്റിലൂടെ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ നോളേജ് കൂട്ടാൻ സാധിച്ചു. സോ പെർ ക്യാപ്പിന്റെ ഒരു സ്വാധീനം വളരെ വലുതാണ്. അത് വളരെയധികം വാല്യൂ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. രാജപ്രിയയുടെ അടുത്ത ഫ്രണ്ട്സ് ഓർ ഫാമിലി ഇപ്പൊ ഇങ്ങനെ ഫൈനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ട് ഒരു കാര്യം പഠിക്കണമെന്നും അങ്ങനെ കുറച്ചും കൂടെ ഒരു സീരിയസ് ആയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കണമെന്നും ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ രാജപ്രിയയുടെ ഒരു അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയോട് രാജപ്രിയ സജസ്റ്റ് ചെയ്യൂ? തീർച്ചയായും സജസ്റ്റ് ചെയ്യും. കാരണം എന്റെ ലൈഫിൽ ഉണ്ടായ മാറ്റങ്ങൾ, ഞാൻ കണ്ട മാറ്റങ്ങൾ അവരെയും കൂടെ, അവരുടെ ജീവിതത്തിലും കൂടെ ഇത് നല്ല രീതിയിൽ സഹായിക്കും. അവരുടെ ജീവിതം കൂടെ ഇതുപോലെ മാറണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ തീർച്ചയായും ഞാൻ അവർക്ക് സജസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ 10 എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും? 10 കൊടുക്കും. താങ്ക് യു. നമുക്കെന്നാ വീണ്ടും കമ്മ്യൂണിറ്റിയിൽ കാണാം. അതെ, പെർ ക്യാപ്പ് ടീമിനോടും താങ്ക്സ്. ഇതിന് പിന്നിലും കുറെ പേര് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കെല്ലാം താങ്ക് യു.